നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വർഷങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ നടക്കാൻ പഠിച്ച സമയം, നമ്മൾ അമ്മയെ തിരിച്ചറിയാൻ പഠിച്ച സമയം, നമ്മൾ സംസാരിക്കാൻ പഠിച്ച സമയം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ സമയത്തൊക്കെ നമ്മൾ എവിടെയായിരുന്നു? അതിനെപ്പറ്റി ഒന്ന് ഓർക്കാൻ പറഞ്ഞാൽ മിക്കവരുടെ ആൻസറും ഓർമ്മയില്ല എന്നുള്ളതായിരിക്കും. ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ആ നടക്കാൻ പഠിച്ച സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് വേർഡ് ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? ഇതൊന്നും നമുക്ക് ഓർക്കാൻ പറ്റാത്തതിന്റെ പുറകിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ഫിനോമിനന് സയന്റിസ്റ്റ് ആൾക്കാർ പറയുന്നത് ഇൻഫന്റൈൽ അംനേഷ്യ എന്നാണ്. അതായത് അംനേഷ്യ എന്ന് വെച്ചാൽ മറവി, ഇൻഫന്റൈൽ റിലേറ്റഡ് ടു ചൈൽഡ്ഹുഡ്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ആ ഒരു മറവി അങ്ങനെ. നിങ്ങളുടെ ഏർലിയസ്റ്റ് മെമ്മറി എത്രാമത്തെ വയസ്സിലേതാണ്? അതായത് 4 വയസ്സിലാണോ അതോ 5 വയസ്സിലാണോ? നമ്മൾ പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പുള്ള ഒരു സമയത്ത് നമുക്ക് മെമ്മറി ഇല്ല എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അമ്മയെ മുഖം റെക്കഗ്നൈസ് ചെയ്യുന്നു, അവരുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യുന്നു, ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുന്നു, നമ്മുടെ പാരൻസിന്റെ റുട്ടീൻസ് പഠിക്കുന്നു. ഈ ഒരു സമയത്തൊക്കെ മെമ്മറീസ് ഇല്ലാതെ ഈ പരിപാടികളൊന്നും തന്നെ നടക്കില്ല. ദാറ്റ് മീൻസ് മെമ്മറി ഉണ്ട്, പക്ഷെ അത് റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ. ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ പിറകിൽ ഒരു മെയിൻ സസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ വൺ ഓഫ് ദ ഒരു പോർഷൻ ആണ് ഹിപ്പോകാമ്പസ്. ഹിപ്പോകാമ്പസ് നമ്മളുടെ ഷോർട്ട് ടൈം മെമ്മറിക്കും ലോങ് ടൈം മെമ്മറിക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ഹിപ്പോകാമ്പസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, പക്ഷെ മെമ്മറീസ് ഉണ്ട്, ഡെവലപ്പ് ആയി വരുന്നതേ ഉള്ളൂ. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾക്കൊരു സിസ്റ്റം ഉണ്ട്, അതിനകത്താണെങ്കിൽ ഫയൽസ് സേവ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, മെമ്മറി ഒക്കെ ഉണ്ട്, പക്ഷെ അതിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈവൻ ദോ ഒരു ഫയൽ സേവ് ചെയ്താലും പിന്നീട് അത് ആക്സസ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആവില്ല. ലേറ്റർ ഒരു നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് ആഡ് ചെയ്താൽ പോലും മുമ്പുള്ള ഫയൽസ് നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയണമെന്നില്ല. സോ സയന്റിസ്റ്റ് ആൾക്കാർ ചിന്തിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ഹിപ്പോകാമ്പസ് ഡെവലപ്പായി വരുന്ന ഉള്ള ഒരു സമയമായിരുന്നു, അത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന മെമ്മറീസ് ഒക്കെ പിന്നീട് കംപ്ലീറ്റ്ലി ഡെവലപ്പായ ഹിപ്പോകാമ്പസിനെ ആക്സസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല. മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് തിയറിയാണ്. അതായത് നിങ്ങളോട് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ആലോചിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയും, ഭക്ഷണം കഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോയേക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ വോട്ടെവർ ഒരു ലാംഗ്വേജിലാണ് നിങ്ങളത് തിങ്ക് ചെയ്തത്, അല്ലേ? ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്തെടുത്തത് ഒരു ലാംഗ്വേജിലാണ്, അതായത് ബ്രെയിനിൽ നിന്നും അത് റീകോൾ ചെയ്തെടുത്തത് ഒരു ലാംഗ്വേജിലാണ്. അപ്പോൾ ചെറുതായിരിക്കുന്ന സമയത്ത്, അതായത് ഒരു 3 വയസ്സിന് മുമ്പൊക്കെ നമുക്കൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കത് ചിലപ്പോൾ റീകോൾ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അതായത് 3 വയസ്സിന് മുമ്പ് ഒരു വേർഡ്സ് ഇല്ല, സെന്റൻസ് ഇല്ല, നമ്മുടെ ബ്രെയിനിനകത്തേക്ക് കയറിയ കാര്യം ഒന്ന് നരേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാംഗ്വേജ് ഇല്ല. അപ്പം അതുകൊണ്ടും ആകാം നമ്മൾക്ക് ഈ ബ്രെയിനിലുള്ള ഈ മെമ്മറീസ് ആക്സസ് ചെയ്യാൻ, റീകോൾ ചെയ്യാൻ പറ്റാത്തത് എന്ന് സയന്റിസ്റ്റ് ആൾക്കാർ പറയുന്നുണ്ട്. വേറൊരു സംഭവം എന്താ വെച്ചാൽ, നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മളുടെ ബ്രെയിൻ പെട്ടെന്ന് ഫോം ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് ബില്യൺസ് ഓഫ് ന്യൂറൽ കണക്ഷൻസ് ഫോം ചെയ്യുന്നു, പിന്നീട് അത് ഇല്ലാതാവുന്നു. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്നതാണ് ന്യൂറൽ പ്രൂണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ചെടിയൊക്കെ പ്രൂൺ ചെയ്യില്ല, അതുപോലെ നമ്മുടെ ബ്രെയിനെ പ്രൂൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇതിനകത്ത് നമുക്ക് ഒത്തിരി നമ്മളുടെ ന്യൂറൽ കണക്ഷൻസ് നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഒത്തിരി മെമ്മറീസും നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റും നമ്മളുടെ ഈ ഒരു മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റാത്തതിൽ മേ ബി മെമ്മറി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാവാം എന്നും ഈ സയന്റിസ്റ്റ് ആളുകൾ നമ്മൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയട്ടെ. അതായത് നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ ചോദിച്ചില്ല നിങ്ങളുടെ ഏർലിയസ്റ്റ് മെമ്മറി ഏതാണ്, എത്രാമത്തെ വയസ്സിലാണ് എന്നുള്ളത്. അത് ശരിക്കും നിങ്ങളുടെ മെമ്മറി തന്നെയാണോ? കാരണം നമ്മളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ പലതും റീകൺസ്ട്രക്റ്റഡ് മെമ്മറീസ് ആണ്. അതായത് ചിലപ്പോൾ അതൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടാകുന്ന മെമ്മറി ആവാം, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് അതിനെപ്പറ്റി സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകുന്ന മെമ്മറി ആവാം. അപ്പോൾ സയന്റിസ്റ്റ് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ റീകൺസ്ട്രക്റ്റഡ് മെമ്മറി ആണെന്നാണ്. അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് 100% അക്യുറേറ്റ് ആവണം എന്നില്ല. അത് പല പല പീസസ് ചേർത്ത് വെച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു സ്റ്റോറി ആയിരിക്കാം. അപ്പൊ നമ്മുടെ മെമ്മറീസ് ഒക്കെ എവിടെ പോയി? അത് ആക്ച്വലി പോയിട്ടില്ല, നമ്മുടെ ബ്രെയിനിനകത്ത് തന്നെ ഉണ്ടാവും, പക്ഷെ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു ഡോർ ക്ലോസ് ആയി പോയി എന്ന് മാത്രം. പക്ഷെ നമ്മളെ ഡെവലപ്പ് ചെയ്യാനും, നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും, നമ്മളെ ഷേപ്പ് ചെയ്യാനും, നമ്മുടെ റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനും, കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ മെമ്മറീസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. വർഷങ്ങൾ കൊണ്ട് അതൊക്കെ തന്നെയാണ് നമ്മളെ ഡെവലപ്പ് ചെയ്ത് എടുത്തതും. ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു മിസ്റ്ററി സംഭവമാണെന്നുള്ളത് ഈ ഒരു പ്രോസസ്സ് നമ്മളെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ നിങ്ങളുടെ ഏർലിയസ്റ്റ് മെമ്മറി കമന്റ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ കൂടുതൽ ഹാപ്പി ആവും. ബൈ.